അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതാണ് ഈ ഡ്രോൺ. നമ്മൾ വിചാരിച്ച പോലെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ചെറിയ ഡ്രോണല്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ മേലൂർ ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. മേലൂർ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്താണ്? മേലൂർ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർഷകരുടെ ഒരു ഗ്രാമമാണ്. അപ്പോൾ കർഷകർ എന്ന് പറഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ വാഴ വയ്ക്കുന്നത് കേരളത്തിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒറ്റ സ്വരത്തിൽ മേലൂരാണ്. അതുപോലെ കർഷകർ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ മേലൂർ ഗ്രാമം. അപ്പോൾ അവിടെ ഞാൻ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ളൊരു കർഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഈ ഷൈജു കീഴാറാന്നാണ് നമ്മുടെ ഈ കർഷകൻ്റെ പേര്. അപ്പോൾ ഈ കർഷകൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആളുടെ തന്നെ ചോദിക്കാം. അപ്പോൾ ആളിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഷൈജു ചേട്ടൻ എത്ര നാളായി ഇത് കൃഷിയിൽ ഇറങ്ങിയിട്ട്? ഇപ്പോൾ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഏകദേശം എത്ര ഏരിയയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്? അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർമാരായിട്ട് അങ്ങനെയുണ്ടോ? അപ്പോൾ കൃഷിയുടെ നമുക്ക് അതായത് അതിൻ്റെ ലാഭനഷ്ട കേസുകൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്? എത്ര നാളായി? അതിൻ്റെ ഡീറ്റെയിലൊക്കെ ആയിട്ട് ഒന്ന് പറഞ്ഞു. ഞാൻ 2020 ഗൾഫ് വിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യം ചെയ്തത് 1.5 ഏക്കർ ഒരു എള്ള് ആണ് കൃഷി ചെയ്തത് നമ്മുടെ മേലൂർ പൂലാനിൽ. പിന്നെ വാഴ, കൊള്ളി, അങ്ങനെയെല്ലാം നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലായിട്ട് പല ഏരിയകളിലായിട്ട് മൊത്തം ബൾക്കായിട്ട് ഒരു ഏരിയ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന പോലെ നമ്മൾ ചെയ്യാണ്. പിന്നെ അതുപോലെ ഞങ്ങൾ ഒരു 13ഓളം ഫ്രണ്ട്സുകൾ ചേർന്ന് മേലൂർ ഓർഗാനിക് ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സൊസൈറ്റി, അതായത് ജൈവ കൃഷികളാണ് മുൻതൂക്കം നൽകിയിട്ട് നമ്മളത് ഒരു കമ്മിറ്റി പോലെ രൂപീകരിച്ചിട്ടുണ്ട്, ഒരു ടീം. അപ്പോൾ മേലൂർ സ്ഥലം കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കൊരട്ടിയിലാണ് ഒരു 6 ഏക്കർ ജൈവ കൃഷി നെൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. മേലൂർ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ടീമായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് 30 കിലോ ഇഞ്ചി, 30 കിലോ മഞ്ഞൾ, വാഴ, അങ്ങനെ പല രീതിയിൽ പല ഏരിയകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൊമ്പിച്ചാലിൽ നെൽകൃഷി ചെയ്യാനുള്ള പുറപ്പാടിലാണ് ഞങ്ങളെ ടീം. പിന്നെ പറയുകയാണെങ്കിൽ കർഷകർ, ഇപ്പോൾ ഞാൻ ഇഫ്കോ എന്ന കമ്പനി, ഇത് നമ്മുടെ കമ്പനിയാണ്. ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫീൽഡ് സ്റ്റാഫ്, ഇഫ്കോ ഡ്രോൺ എൻ്റർപ്രണറും കൂടിയാണ്. അപ്പോൾ ഇഫ്കോൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇഫ്കോ ഒരു കാർഷിക സർവീസ് സഹകരണ പ്രസ്ഥാനമാണ്. അതായത് 10-35,000 പ്രസ്ഥാനങ്ങൾ ചേർന്നിട്ടുള്ളൊരു സഹകരണ സ്ഥാപനമാണ്. ഇഫ്കോ രാജ്യത്ത് മൊത്തത്തിൽ ഒരു 1800ഓളം ഡ്രോണുകൾ കർഷകർക്കായിട്ട് നൽകിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ കർഷകർ സ്പ്രേ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല, കൂലിക്ക് ആളെ കിട്ടുന്നില്ല, കൂലിച്ചെലവ് കൂടുതൽ. അതിൽ നിന്നെല്ലാം കർഷകർക്കൊരു സഹായം എന്ന രീതിയിൽ രാജ്യത്തൊട്ടാകം കൊടുത്തിട്ടുള്ളതിൽ തൃശ്ശൂർ ജില്ലയിൽ കിട്ടിയിട്ടുള്ള ഡ്രോണാണ് ഈ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് ഇഫ്കോൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പ്രേ കോസ്റ്റ് കുറവായിരിക്കും പുറത്തുള്ളതിനെ അപേക്ഷിച്ച്. ഇപ്പോൾ 800 രൂപ തുടങ്ങി 1200 രൂപ വരെ പ്രൈവറ്റ് ആളുകൾ വാങ്ങുന്നുണ്ട്. ഇഫ്കോ അതിൽ നിന്ന് താഴെയാണ്. അതുപോലെ ഇഫ്കോൻ്റെ നാനോ വളങ്ങൾ എല്ലാം ഇതിൻ്റെ കൂടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അയർ, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ജൈവ വളങ്ങൾ, കീടനാശിനികൾ, അതും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്നതാണ് ഈ ഡ്രോൺ. നമ്മൾ വിചാരിച്ച പോലെ കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന ചെറിയ ഡ്രോണല്ല, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഷൈജു ചേട്ടന് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നതാണ്. ഇതിന് സ്പെഷ്യൽ ലൈസൻസ് ഉണ്ട്, അതും മദ്രാസിൽ പോയിട്ട് ആൾക്ക് കിട്ടിയേക്കുന്നതാണ്. ഇത് ഇഫ്കോ ആണ് നമുക്ക് ഈ ലൈസൻസിൻ്റെ ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. മദ്രാസിലായിരുന്നു ഒരു 15-20 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഇവർ വന്ന് കമ്മീഷനിങ് ചെയ്യും നെക്സ്റ്റ് വീക്കിൽ. അത് കഴിഞ്ഞാൽ നമുക്ക് സർവീസിന് ആരംഭിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെന്ന് വെച്ചാൽ കാർഷിക ഡ്രോണുകൾ, അഗ്രി ഡ്രോണുകളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററി ചാർജ്. അത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഷൈജു ചേട്ടനെ സമീപിക്കാം. ഷൈജു ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കും. ഷൈജു ചേട്ടൻ്റെ ബാക്കിയുള്ള കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.